സൂര്യനാഥം പറയുന്നത് ദശവായുക്കൾ ദശനാഡികൾ പ്രവർത്തനത്തിൽ 96 തത്വ പ്രവർത്തനം പറയുന്നത്. അത് ഏത് മതവിശ്വാസിയും ആവുക. അവിടെയും നിങ്ങൾ പഠിക്കുന്ന ഗ്രന്ഥങ്ങളിൽ 96 തത്വ ശരീരം എന്ന് പറയുന്നതിൽ ഈ പേരുകൾ അവിടെ വരുന്നുണ്ട്. തമിഴിലിരുന്ന് എടുത്ത് മലയാളിയായി പറയുന്നത് 6 പക. അത് ആ 6 പകയില്ലെങ്കിൽ ശരീരത്തിൽ പ്രവർത്തനം, മനസ്സ്, ഓരോരോ ശക്തിക്കും കഴിവുകൾ ഇല്ല. ഏത് കുറഞ്ഞാലും ശക്തി കുറയും. അത് കാമം, ക്രോധം, കോപം, മോഹം, മതം, മാത്സല്യം. ഇത് ശരീരത്തിലുള്ളതാണ്. ഇത് പാകതയായി നിന്നാൽ നല്ല അറിവാളി, കൂടി കുറഞ്ഞാൽ അവൻ അറിവ് കുറഞ്ഞവൻ, അറിവ് ക്രൂരത സ്വഭാവം, മൃഗങ്ങളുടെ മുഖ ഷേപ്പ് ഏത് മനുഷ്യരിൽ കണ്ടാൽ അവരിൽ ഏത് സ്ഥാനത്തിലിരുന്നാലും അവരുടെ മുഖം കാട്ടുമൃഗങ്ങളെപ്പോലെ ഉണ്ടാവും. അവർ മനുഷ്യനെ കൊല്ലും. അത് അവരുടെ കർമ്മമാണ്. അത് അവർ ജീവികളിൽ ഏത് മൃഗങ്ങളെ കൊന്ന് ജീവികളെ തിന്നുന്നോ അതിൻ്റെ സ്വഭാവം അവരിൽ ഉണ്ടാവും. അത് ഞാനോ നിങ്ങളോ മായ്ക്കുവാൻ കഴിയുകയില്ല. അത് അവരുടെ ശരീരപ്രകൃതം. ഇവ പാടില്ല ഒരു വിഷയത്തിൽ. അതിനാണ് ഗ്രന്ഥങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. ഈ കോപം, ക്രോധം, കാമം, മതം, മാത്സല്യം, ഈ 6 പക മാറണം. അത് 96 തത്വ ശരീരത്തിലുള്ളത്. കാം ഇന്ദ്രിയ നിറം, ശരീരശക്തിക്ക് അറിവ്, അത് കാഴ്ചയ്ക്ക്. ക്രോധം ജനിച്ച കുട്ടികൾ മുതൽ വളർന്ന് മരിക്കുവോളം ഓരോരോ സ്വഭാവം നോക്കുക. ചെറിയ കുട്ടികൾ ചരിയുവാൻ തുടക്കം കുറിക്കുന്നത് ശരീരത്തിൽ ശക്തി കൂട്ടി ശ്രമം തുടക്കം. അത് ഓരോരുത്തരിലും ഉള്ളത്. അത് മനുഷ്യ ജീവിതകാലം വരെ ആ ക്രോധം ഉണ്ടാകും. കോപം പറയുന്നത് ഇഷ്ടപ്പെടാതെ കോപം ആ കാലം ശരീരത്തിനെ മറന്ന് കണ്ണിൽ ചൂട് കയറും. കീഴ്ഭാഗ പിരികശക്തിയിൽ കൂടി. മോഹം എത്ര ധനം കിട്ടിയാലും തികയാത്ത അതിമോഹം ചെയ്യുന്ന പ്രവൃത്തികൾ ഓരോരുത്തരിലും ഓരോരോ വിഷയത്തിൽ മോഹങ്ങൾ എത്ര ഉണ്ടെങ്കിലും മാറുകയില്ല. മതം ഇന്ന് പറയുന്ന മതമല്ല ഇത്. ശരീരത്തിനെ കുറിച്ച് ഉള്ളത്. ഇന്ന് സാധാരണ പറയും വീടുകളിൽ മതം പൊളിയുന്നത് നോക്കൂ. അത് അവൻ സ്വയം മറന്ന് ചെയ്യുന്ന ആ സ്വഭാവം അത് എല്ലാവരിലും ഉണ്ട്. മാത്സല്യം, ഈ 5 ശക്തികൾ ശരീരത്തിൽ കാമസുഖം. അത് ഈ 6 പകയിലുള്ള ശരീരസുഖം നേടുന്നതിന് ശുക്ലം പുറത്തു പോയാൽ ശരീരസുഖം. അത് ആ ഓർമ്മ മാറണം ശരീരത്തിലുള്ളത്. അതാണ് ശരീരത്തിറയം എന്ന് ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. ഈ വക വാക്കുകൾ അവിടെ വരുന്നത് കുറയ്ക്കുവാൻ വേണ്ടി.